ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ ആദ്യത്തെ വിഭവമായിട്ടുള്ള പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറിയല്ല കേട്ടോ, അത് വേറെ തന്നെ ഒരു വിഭവമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 200 ഗ്രാം ഇഞ്ചി ചേർക്കുക. ഇഞ്ചി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. പകുതി മൂപ്പാകുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 100 ഗ്രാം ചെറിയ ഉള്ളി ചേർക്കണം. ഇത് രണ്ടും കൂടെ വേണം നമ്മൾ ഒന്നിച്ച് മൂപ്പിച്ചെടുക്കാൻ. കരിഞ്ഞു പോകരുത്, കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും തണുപ്പിക്കാനായിട്ട് ഇത് കോരി മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് അതിനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. 1 കപ്പ് വെള്ളത്തിലേക്ക് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളിയിട്ട് കുതിരാൻ വയ്ക്കണം. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കരിയാതെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിയും ചേർത്ത് നന്നായിട്ട് കരിയാതെ മൂപ്പിച്ച് അതിലേക്ക് പുളിവെള്ളം ചേർക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ശർക്കരയും 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് അടച്ച് സൂക്ഷിച്ചാൽ 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക്